ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ ഈ അമ്പലങ്ങളുടെ ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് കുറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് എന്ന്. ആ കാരണങ്ങളിൽ മെയിൻ ആയിട്ട് പുള്ളി പറഞ്ഞത്, നിന്റെ ഈ വീഡിയോസ് കാണുന്ന മുക്കാഭാഗം ആൾക്കാരും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവർ ഈ അമ്പലത്തിന്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഇതിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അറിയില്ലെങ്കിലും ഒരു കാര്യം നല്ലോണം അറിയാം. തുടക്കം മുതൽ എന്റെ വീഡിയോസ് കാണുന്ന ആരും എന്റെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല എന്നെ സ്നേഹിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതെന്നുള്ളത്. എന്താണെങ്കിലും അതൊക്കെ വിട്ടേ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ അന്നദാനം കഴിക്കാൻ പോയിട്ടുള്ള അമ്പലത്തിൽ രാത്രി തെറ നടക്കുക കേട്ടോ. മക്കളുടെ പേരും പറഞ്ഞ് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് തെറ കണ്ടത്. അതിനുശേഷം പോയിട്ട് ചോറ് കഴിച്ചു. പിന്നെ വന്നിട്ട് അമ്മേനോട് സങ്കടമൊക്കെ പറഞ്ഞ് അമ്മേന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ മരുതോങ്കരയുള്ള വീട്ടിലേക്ക് വന്നു. അടുത്തന്നെയുള്ള അമ്മയുടെ വീട്ടിൽ നിൽക്കാതെ നേരെ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം ഇന്ന് നന്ദയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് ചീസ് ബോളൊക്കെ വാങ്ങി. പക്ഷെ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. ഈ ഒരു മധുരം കഴിച്ചുകൊണ്ട് രാത്രിക്കത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാത്രിയാട്ടോ. അന്നാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുങ്ങി റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് അന്നദാനവും കണ്ണൊക്കെ വാങ്ങി കഴിച്ചിട്ട് നേരെ തിറ കാണാൻ വേണ്ടിയിരുന്നു. ഇന്നാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ 4 കാളിയുടെ വെള്ളാട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൻ ആയിട്ട് പോയത് കാളിയുടെ തിറ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഞാൻ പോയത് പിറ്റേ ദിവസം കാളിയുടെ തിറയാവുന്ന സമയത്തായിരുന്നു. പിന്നെ മോളുടെ കാര്യം പറയാനാണെങ്കിൽ ആദ്യം ഇതൊക്കെ അവൾക്കൊരു കൗതുകമായിരുന്നു, ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണാനും കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ. പക്ഷെ കുറെ കഴിയുമ്പോൾ അവൾക്ക് അതൊക്കെ മടുത്തു തുടങ്ങി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കടയിലൊക്കെ കൊണ്ടുപോയി വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഒന്ന് പിടിച്ചു നിർത്തിയത്. പിന്നെ ഞാൻ കാളീൻ്റെ തിറ കാണാനാണ് മെയിനായിട്ട് നിന്നതെന്ന് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് കാളിക്കൊരു നേർച്ച കൊടുക്കാനുണ്ടായിരുന്നു, മുല്ലമാല. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് അപ്പം തന്നെ നേർന്നൊരു നേർച്ചയായിരുന്നു മുല്ലമാല. എന്താണെങ്കിലും അതൊക്കെ കൊടുക്കാൻ പറ്റി. എന്നിട്ട് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. മോളിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് മോളായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ.